9 ഗോൾഡ് മെഡൽസ്. ഉണ്ടോ? 9 സ്വർണ്ണ മെഡലുകൾ. എന്താണ്? 9 സ്വർണ്ണ മെഡലുകൾ. ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു സ്റ്റോറിയാണ് വായിക്കാൻ പോകുന്നത്. തുടങ്ങിയാലോ? ഇതാ പോരെ, കണ്ടോളേ. 9 ഗോൾഡ് മെഡൽസ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം. ഉണ്ടോ? 9 ഗോൾഡ് മെഡൽസ് ഈസ് ആകുന്നു ഒരു എന്താകുന്നു? ബ്യൂട്ടിഫുൾ, മനോഹരമായ പോയം എന്നാൽ കവിത. അപ്പൊ 9 ഗോൾഡ് മെഡൽസ് ഒരു മനോഹരമായ കവിതയാകുന്നു. അബൌട്ട്, കുറിച്ച്, എന്തിനെ കുറിച്ച്? ഈ കവിത എന്തിനെ കുറിച്ചാണ്? അതും കൂടി കേട്ടോളി. കൈൻഡ്നെസ്, ദയയെ കുറിച്ച്. അത് മാത്രമാണോ? അല്ല. അത് മാത്രമല്ല. ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദത്തെ കുറിച്ച്. അത് മാത്രമാണോ? അല്ല. ആൻഡ് ട്രൂ സ്പോർട്സ്മാൻഷിപ്പ്. ട്രൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ, സ്പോർട്സ്മാൻഷിപ്പോ കായിക മനോഭാവം. എന്താണ്? അപ്പൊ കായിക മനോഭാവത്തെയും കുറിച്ചാകുന്നതായി. അപ്പൊ ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള മനോഹരമായ ഒരു കവിതയാണെന്ത്? 9 ഗോൾഡ് മെഡൽസ്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഒന്നാമത്താണ് കൈൻഡ്നെസ്, ദയ. രണ്ടാമത്താണ് ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. മൂന്നാമത്താണ് ട്രൂ സ്പോർട്സ്മാൻഷിപ്പ്, യഥാർത്ഥ കായിക മനോഭാവം. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇത് ടെൽസ്, പറയുന്നു. ഇത് പറയുന്നു. എന്ത് പറയുന്നു? സ്റ്റോറി. ഇത് കഥ പറയുന്നു. എന്തിന്റെ കഥ? അതും കൂടി കേട്ടോളി. ഓഫ് എ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക, ഒളിമ്പിക്സ് ഇവന്റ് എന്ന് പറഞ്ഞാലോ സംഭവം. അതായത് ഒരു പ്രത്യേക ഒളിമ്പിക് സംഭവത്തിന്റെ ഓഫ് കണ്ടോ? എന്താണ്? ഒരു പ്രത്യേക ഒളിമ്പിക് സംഭവത്തിന്റെ കഥ പറയുന്നു ഇത്, അല്ലേ? അപ്പൊ ഇതൊരു പ്രത്യേക ഒളിമ്പിക് സംഭവത്തിന്റെ കഥ പറയുന്നു. വെയർ, അവിടെ. ഇത് WHERE, വേർ എന്ന് വായിക്കരുത്. വേർ അത് WERE ആണ്. വേർ. ഇത് വെയർ. ഓക്കെ. വെയർ എന്ന് പറഞ്ഞാൽ അവിടെ. അല്ല, അതിന് വെയർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നല്ലേ? അത് ചോദ്യം ചോദിക്കുമ്പോൾ ഇത് സെന്റൻസ് ഉള്ളിൽ വരില്ലേ? സെന്റൻസ് ഉള്ളിൽ വരുമ്പോൾ അവിടെ എന്ന അർത്ഥമാണ്. എവിടെ? നമ്മൾ പറഞ്ഞല്ലോ ഒളിമ്പിക് സംഭവം, അല്ലെ? അവിടെ ഒരു ഒളിമ്പിക് സംഭവം നടന്നല്ലോ. അവിടെ 9 ഡിഫറെന്റ്ലി ഏബിൾഡ്. ഇവിടെ കണ്ടോ? ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാർ എന്നാണ്. ശാരീരികമായോ മാനസികമായോ വൈകല്യമുള്ള ആളുകളില്ല, അവരെയാണ് ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയാം. അപ്പൊ 9 ഭിന്നശേഷിയുള്ള അത്ലീറ്റ്സ്, കായിക താരങ്ങൾ. 9 ഭിന്നശേഷിയുള്ള കായിക താരങ്ങൾ took part എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കെടുത്തു എന്നാണ്. ടേക്ക് പാർട്ട്, പങ്കെടുക്കുക. അതിന്റെ പാസ്റ്റ് ആണ് took part. എന്തായി? പങ്കെടുത്തു എന്നായി. അപ്പൊ ഒരു ഒളിമ്പിക് സംഭവം ഉണ്ടല്ലോ, അവിടെ 9 ഭിന്നശേഷിയുള്ള കായിക താരങ്ങൾ പങ്കെടുത്തു എന്നായി. അല്ലേ? എത്ര മനോഹരം. അത് കഴിഞ്ഞിട്ട് കണ്ടോളി. അത് കഴിഞ്ഞിട്ട് അവർ came, വന്നു അല്ലേ? എവിടെ നിന്ന് പറയോ? ഫ്രം ഡിഫറെന്റ്, വ്യത്യസ്ത പ്ലേസസ്, സ്ഥലങ്ങൾ. എന്തായി? വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു അവര്. അല്ലാതെ ഒരു സ്ഥലത്തു നിന്നല്ല, ഒരു രാജ്യത്തു നിന്നല്ല, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു അവര്. ആൻഡ് അതുപോലെ തന്നെ വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്തു. എല്ലാവരും കഠിനാധ്വാനം ചെയ്തു. ഇവിടെ കണ്ടോ? വിത്ത് ദ ഹോപ്പ് ഓഫ്. ഇത് വളരെ മനോഹരമായ, അതിമനോഹരമായ ഒരു വാക്യമാണ് മക്കളെ. എഴുതി വെച്ചോളി, എപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. വിത്ത് ദ ഹോപ്പ് ഓഫ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതിൻ്റെ അർത്ഥമാണ് എന്താ പറയുക? പ്രതീക്ഷയോടെ എന്നാണ്. എന്താണ്? പ്രതീക്ഷയോടെ. വിത്ത് ദ ഹോപ്പ് ഓഫ്. അതിനെ വെട്ടി കീറി മുറിച്ച് മാറ്റണ്ട. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളി. വിത്ത് ദ ഹോപ്പ് ഓഫ്, പ്രതീക്ഷയോടെ. എന്താണ്? പ്രതീക്ഷയോടെ. എന്തിന്റെ പ്രതീക്ഷയോടെ? വിന്നിങ്, ജയിക്കുമെന്ന പ്രതീക്ഷയോടെ എന്നായി. വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ്, ജയിക്കുമെന്ന പ്രതീക്ഷയോടെ. വിത്ത് ദ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ്, കിട്ടുമെന്ന പ്രതീക്ഷയോടെ. ഓക്കെ. വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ് എന്ന് പറഞ്ഞാണ് ജയിക്കുമെന്ന പ്രതീക്ഷയോടെ. എന്ത്? എ മെഡൽ, ഒരു മെഡൽ ജയിക്കുമെന്ന പ്രതീക്ഷയോടെ അവരെല്ലാവരും കഠിനാധ്വാനം ചെയ്തു എന്നായി. അടുത്ത് നോക്കാം. അടുത്ത് കണ്ടോളിക്കളെ. ഇത് കുറച്ച് ഒരു വലിയ സ്റ്റോറി ആട്ടോ. നല്ല ക്ഷമയോടുകൂടെ
നിങ്ങൾ ക്ഷമയോട് കൂടെ എൻ്റെ കൂടെ ഇതാ വന്നോളി. തുടങ്ങാം. അടുത്താണ് all the athletes എല്ലാ കായിക താരങ്ങളും were. ഇതാണ് were. മനസ്സിലായി? എന്താണ് WER? ഇതാണ് were. രണ്ടിന് വേർ എന്ന് പറയരുത്. മറ്റെന്താണ് WHERE? വെയർ. അത് വെയർ ആണ്, ഇത് വേർ ആണ്. വെയർ വേർ. അപ്പൊ എന്തായി? all the athletes were. എല്ലാ കായിക താരങ്ങളും ആയിരുന്നു. എന്തായിരുന്നു അറിയോ? റെഡി, തയ്യാറായിരുന്നു. എന്തിനു വേണ്ടി തയ്യാറായിരുന്നു? അതുകൊണ്ട് കണ്ടോളി. ഫോർ വേണ്ടി ദ 100 മീറ്റർ റേസ്. റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ട മത്സരം. എന്താണ് ഓട്ട മത്സരം? എന്തായി? 100 മീറ്റർ ഓട്ട മത്സരത്തിന് വേണ്ടി. എന്താണ് 100 മീറ്റർ ഓട്ട മത്സരത്തിന് വേണ്ടി എല്ലാ കായിക താരങ്ങളും തയ്യാറായിരുന്നു. എന്നിട്ട് ദേ പ്രാക്ടീസ്ഡ്. അവർ പരിശീലിച്ചു. a lot. ഒരുപാട്. they practice a lot. അവർ ഒരുപാട് പരിശീലിച്ചു. നമ്മളോ വളരെ കുറച്ച് പരിശീലിക്കും, അല്ലേ? അതാണ് പ്രശ്നം. നമുക്ക് പരിശീലനം കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, ദേഷ്യം. പരിശീലിക്കാനോ? നോ 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 നോ. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണം എങ്ങനെ? അതൊന്നും നമുക്കറിയില്ല. ഫ്രീ ആയിട്ട് വരണം. ആരെങ്കിലും ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കണ്ടുപിടിച്ചാലോ, പിന്നെ വരിയായിരിക്കും. കാരണം ആരും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറല്ല. പോരെ. ഒന്നായി ദേ പ്രാക്ടീസ്ഡ് എ ലോട്ട്. അവർ ഒരുപാട് പരിശീലിച്ചു. ആൻഡ് അതുപോലെ തന്നെ wanted to. ഇവിടെ ഉണ്ടോ wanted to? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? want to ചെയ്യാൻ ആഗ്രഹിക്കുന്നു. wanted to ചെയ്യാൻ ആഗ്രഹിച്ചു, അല്ലേ? ചെയ്യാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ചെയ്യാൻ ആഗ്രഹിച്ചു. wanted to do. ഡു എന്നല്ലോ. എന്തായി? ചെയ്യാൻ ആഗ്രഹിച്ചു. their best. their അവരുടെ ബെസ്റ്റ്, ഏറ്റവും മികച്ചത്. അവരുടെ ഏറ്റവും മികച്ചത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്താണ് പറയാം? wanted to do their best എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും മികച്ചത്. പറയണോ? ബെസ്റ്റ്. their best. അവരുടെ ഏറ്റവും മികച്ചത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. നമ്മൾ വെറും ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. വെൻ എന്നതാണ് എപ്പോൾ. അതെ, പക്ഷെ ഇവിടെ എപ്പോൾ എന്നല്ല, അപ്പോൾ എന്നാണ്. പോൾ. എന്താ? when the race started. ഓട്ട മത്സരം ആരംഭിച്ചപ്പോൾ. അപ്പോൾ എന്നല്ലോ. എന്താണ്? ഓട്ട മത്സരം ആരംഭിച്ചപ്പോൾ everyone എല്ലാവരും ran ഓടി. as fast as they could. as fast as എന്നാൽ വേഗത്തിൽ. they could അവരെ കൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ. as fast as they could എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങനെ മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ as fast as they could എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ അവർ ഓടിയെന്നായി. അല്ല, ജയിക്കണ്ടേ? 100 മീറ്റർ അല്ലേ? സഡൻലി പെട്ടെന്ന് one athlete ഒരു കായിക താരം fell വീണു. down താഴെ. ഒരു കായിക താരം താഴെ വീണു. and അതുപോലെ തന്നെ could not കഴിഞ്ഞില്ല. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ തുടരുക എന്നാണ്. തുടരാൻ കഴിഞ്ഞില്ല. എന്ത് തുടരാൻ കഴിഞ്ഞില്ല? അതും കേട്ടോളൂ. ദ റേസ് ഓട്ട മത്സരം. അപ്പോൾ ഓട്ട മത്സരം തുടരാൻ കഴിഞ്ഞില്ല. 9 കായിക താരങ്ങൾ ഓടി. ഒരു താരം വീണു. അപ്പോൾ പുള്ളിക്കാരന് എന്തായി? ആ ഓട്ട മത്സരം തുടർന്ന് ഓടാൻ കഴിഞ്ഞില്ല. അവനായി എന്തായെന്നറിയോ? വെരി സാഡ്. വളരെ ദുഃഖിതനായി. വളരെ സാഡ്, ദുഃഖം. എന്തായി? വളരെ ദുഃഖിതനായി. ബിക്കോസ് കാരണം ഹിസ് ഡ്രീം, അവൻ്റെ സ്വപ്നം, അവൻ്റെ ആഗ്രഹം, അവൻ്റെ സ്വപ്നം എന്ത്? ഓഫ് വിന്നിങ്, ജയിക്കാനുള്ള. എന്താണ്? ഹിസ് ഡ്രീം ഓഫ് വിന്നിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സ്വപ്നം എന്തിനുള്ള? ജയിക്കാനുള്ള. അപ്പം ജയിക്കാനുള്ള അവൻ്റെ സ്വപ്നം അല്ലേ? എന്താണ്? ജയിക്കാനുള്ള. ഇവിടെ ഉണ്ടോ? ഓഫ് എന്ന് പറഞ്ഞാൽ ഉള്ള.
അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായല്ലോ, എന്ത് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ അല്ലേ. ലാ ഡേ ലൂ ലീ ലാ ലൂ ലാ ലി എന്നൊക്കെ അർത്ഥമുണ്ട്. അതൊക്കെ ഇങ്ങനെ മനസ്സിലാന്ന് പറയാം. അതൊക്കെ നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക് മനസ്സിലാവും. അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഓഫർ എൻ്റെ മാത്രം പഠിച്ച് ഇങ്ങനെ നടക്കണം അത് പാടില്ല. ലാ ലൂ ലൂ ഇതൊക്കെ വരും. അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ശരി ശരി ഈ ഓഫിന് ഇതൊക്കെ അർത്ഥമുണ്ടല്ലേ. അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാകും ഓട്ടോമാറ്റിക്കലി. പക്ഷെ വായിക്കണം, നമ്മൾ തയ്യാറാണോ? അല്ല. ഒന്നായി ഇതുണ്ടോ, ഹി ബിക്കെയിം വെരി സാഡ്, അവൻ വളരെ ദുഃഖിതനായി. ബിക്കോസ് കാരണം ഹിസ് ഡ്രീം ഓഫ് വിന്നിങ് അല്ലേ, ജയിക്കാനുള്ള ഓഫ് വിന്നിങ് ജയിക്കാനുള്ള അവൻ്റെ സ്വപ്നം വാസ് ആയിരുന്നു, എന്തായിരുന്നു അറിയോ, ഇൻ ഡേഞ്ചർ, അപകടത്തിൽ. ഡേഞ്ചർ അപകടമാണല്ലോ, ഇന്ന് വന്നല്ലോ മുന്നേ. അപ്പം ഇൻ ഡേഞ്ചർ, അപകടത്തിൽ. എന്താ അവൻ്റെ ജയിക്കാനുള്ള സ്വപ്നം അപകടത്തിലായിരുന്നു. വർഷങ്ങളുടെ ആഗ്രഹമാണ്. അപ്പോൾ അത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്താക്കാം, അടുത്ത സെൻറ്റൻസിലേക്ക് കിടക്കാം. യെസ്, പോരെ. ദി അതർ 8 athletes, ദി അതർ മറ്റുള്ള 8 കായിക താരങ്ങൾ, മറ്റുള്ള 8 കായിക താരങ്ങൾ ഡിഡ് ചെയ്തു എന്ന് പറയുമോ, സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത എന്നാണ്. അപ്പം മറ്റുള്ള 8 കായിക താരങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ചെയ്തു, പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്തു. എന്താണ്? അതാ കണ്ടോളേ. ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരം ആണല്ലോ. റണ്ണിങ് എന്താണ്? അപ്പൊ ഓടുന്നതിന് പകരം അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്നതിന് പകരം. എങ്ങോട്ട്? എഹെഡ് എന്ന് മുന്നോട്ട്. അപ്പൊ എന്താ? മുന്നോട്ട് ഓടുന്നതിന് പകരം ആണല്ലോ. മുന്നോട്ട് ഓടുന്നതിന് പകരം. എന്തിനു വേണ്ടി? അതും കൂടി കണ്ടോളി. ടു വിൻ, ജയിക്കാൻ അല്ലേ, അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി. അപ്പൊ ജയിക്കാൻ വേണ്ടി മുന്നോട്ട് ഓടുന്നതിന് പകരം എന്ത് ജയിക്കാൻ വേണ്ടി? ദ റേസ്, ഓട്ട മത്സരം. അപ്പൊ ഓട്ട മത്സരം ഓട്ട മത്സരം ജയിക്കാൻ വേണ്ടി മുന്നോട്ട് ഓടുന്നതിന് പകരം, ദേ സ്റ്റോപ്ഡ്, അവർ നിന്നു. സ്നേഹം കണ്ടോളി. അവർ നിന്നു. ആൻഡ് കെയിം ബാക്ക്, അവർ തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ നടക്കുമോ ഒളിമ്പിക്സിൽ? അവർ നിന്നു, അവർ തിരിച്ചു വന്നു. എവിടെയൊക്കെ അറിയോ? ടു ഹെൽപ്പ്, സഹായിക്കാൻ. സഹായിക്കാൻ തിരിച്ചു വന്നു, അല്ലെ സഹായിക്കാൻ വേണ്ടി തിരിച്ചു വന്നു. ആരെ? ഹിം, അവന്. ആ വീണ കായികതാരനല്ലോ, അവനെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും തിരിച്ചു വന്നു എന്ന് പറയുന്നത്. പിന്നെ പറയാണ് ദേ ഷോഡ്, അവർ കാണിച്ചു. അവർ കാണിച്ചു. എന്ത് കാണിച്ചു എന്ന് പറയോ? കൈൻഡ്നെസ്, അവർ ദയ കാണിച്ചു. മാത്രമാണോ? അല്ല. ആൻഡ് സപ്പോർട്ടഡ്, പിന്തുണ നൽകിയെന്ന്. സപ്പോർട്ടഡ് എന്നാണ് പിന്തുണ നൽകി. ആർക്ക്? അതുകൊണ്ട് കണ്ടോളി. ദയർ, അവരുടെ ഫെല്ലോ കോമ്പറ്റീറ്റർ. ഫെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹ. കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥി. അപ്പൊ സഹ മത്സരാർത്ഥി. അപ്പൊ അവരുടെ സഹ മത്സരാർത്ഥിക്ക് പിന്തുണ നൽകിയെന്നായി. അപ്പൊ എന്തായി? ദേ ഷോഡ് കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ടഡ് ദെയർ ഫെല്ലോ കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദയ കാണിച്ചു അല്ലേ. അതുപോലെ തന്നെ അവർ അവരുടെ സഹ മത്സരാർത്ഥിക്ക് പിന്തുണ നൽകിയെന്നായി. നമ്മളൊക്കെ നൽകുമോ പിന്തുണ? നമ്മളെ മുന്നിൽ ഒരാൾ വീണോക്കട്ടെ, വീണ് കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെയാണ്. വീണ രക്ഷപ്പെട്ടു. ഇനി അടുത്ത പോലെ ദേ ഓൾ, അവർ എല്ലാവരും. അവരെല്ലാവരും ജോയിൻഡ് ഹാൻഡ്സ്, കൈകൾ കോർത്തുന്നായി. ജോയിൻഡ് ഹാൻഡ്സ് പറഞ്ഞാൽ കൈ കോർക്കുക എന്നാട്ടോ. അപ്പോൾ ജോയിൻഡ് ഹാൻഡ്സ്, കൈകൾ കോർത്തുന്നായി. അപ്പോൾ അവരെല്ലാവരും കൈകൾ കോർത്തു. ആൻഡ് വോക്ഡ്, അതുപോലെ നടന്നു ടുഗെദർ, ഒരുമിച്ച് നടന്നു. എവിടേക്ക്? അതുകൂടി കണ്ടോളി. ടുവേർഡ്സ് എന്നാൽ ലേക്ക് അല്ലെങ്കിൽ നേരെ എന്നൊക്കെ അർത്ഥം. ദ ഫിനിഷ് ലൈൻ, അവസാനത്തെ ലൈൻ ഉണ്ടല്ലോ, മത്സരം തീരുന്ന ആ ലൈൻ ഉണ്ടല്ലോ, ഫിനിഷിംഗ് ലൈൻ. അപ്പോൾ ഫിനിഷിംഗ് ലൈനിലേക്ക് അല്ലെങ്കിൽ ഫിനിഷിംഗ് ലൈന് നേരെ
അവർ ഒരുമിച്ച് കൈകൾ കോർത്തു നടന്നു എന്നായി. ഓ, അങ്ങനത്തെ സംഭവം അല്ലേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ആരും പോലെ ഈ സ്റ്റോറി ഒന്ന് മുഴുവനായിക്കോട്ടെ. എൻ്റെ കൂടെ എല്ലാവരും വരിക. ഓക്കെ, കുറച്ചും കൂടി. ദി ഓഡിയൻസ് ഗാണികൾ, ആര് ആ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഗാണികൾ വാസ് ഡീപ്ലി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആഴത്തിൽ നിന്ന്. ടച്ച് എന്ന് പറഞ്ഞല്ലോ സ്പർശിച്ചു. ഇവിടെ കണ്ടോ, വാസ് ടച്ച്ഡ് സ്പർശിച്ചു എന്നർത്ഥം. ഇത് പാസീവ് വോയിസ് ആണ്. എന്താണ് പാസീവ് വോയിസ്? അപ്പം എന്തായി, ഞാൻ പറഞ്ഞു പാസീവ് വോയിസിൽ ആക്ഷൻ നേരെ ഇങ്ങോട്ട് വരാം, തിരിച്ചു വരാം, അങ്ങോട്ടല്ല. ഇതെന്താണ് പാസീവ് വോയിസിൽ ആക്ഷൻ ഇങ്ങോട്ട് വരും. അപ്പം എന്താ ചെയ്യണം, ദി ഓഡിയൻസ് വാസ് ഡീപ്ലി ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാണികൾ ആഴത്തിൽ, ഗാണികളെ ഇങ്ങോട്ട് ഗാണികളെ ആഴത്തിൽ സ്പർശിച്ചു. ഗാണികളെ കാണുന്ന ആൾക്കാരെ ആഴത്തിൽ സ്പർശിച്ചു. ബൈ ദയർ ആക്ട്, അവരുടെ പ്രവർത്തനത്തിലൂടെ. അപ്പൊ അവരുടെ പ്രവൃത്തിയിലൂടെ ഗാണികളെ ആഴത്തിൽ സ്പർശിച്ചു. അതല്ലേ, നല്ല അതിമനോഹരമായ കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെ, ഓഡിയൻസ് വളരെ ഹാപ്പി ആവും. അപ്പം എന്താർത്ഥം, നമ്മൾ കാരണം അല്ലെ, നമ്മൾ ഓഡിയൻസിൻ്റെ സ്പർശിച്ചു എന്നായി, അങ്ങനല്ലേ. അത് പോട്ടെ. ഓഡിയൻസ് വാസ് ഡീപ്ലി ടച്ച്ഡ് ബൈ ദെയർ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തിയിലൂടെ എന്തായി, ഗാണികളെ ആഴത്തിൽ സ്പർശിച്ചു എന്നായി. അങ്ങനെ സ്പർശിക്കാൻ കഴിയണം, നമുക്ക് കഴിയോ? പിന്നെ ഓക്കെ. അപ്പോൾ അവരുടെ പ്രവൃത്തിയിലെ എന്തിൻ്റെ പ്രവൃത്തി, അതും കൂടി കണ്ടോളി. ഓഫ് ലവ്, സ്നേഹത്തിന് മാത്രമാണോ? അതുമല്ല, അത് കണ്ടോളി. ആൻഡ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. അപ്പൊ മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തിയിലൂടെ ഗാണികളെ ആഴത്തിൽ സ്പർശിച്ചു. എന്താല്ലേ. ഇനി അടുത്താണ് ദ ജഡ്ജസ്. ഇവിടെ ജഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോടതിയിലുള്ള ഓർഡർ എന്ന് പറഞ്ഞാലല്ല, ഇവിടെ വിധികർത്താക്കൾ എന്നാണ്. എന്താണ് വിധികർത്താക്കൾ? ദ ജഡ്ജസ് ഗേവ്, വിധികർത്താക്കൾ കൊടുത്തു, അല്ലെങ്കിൽ നൽകി. എന്ത് നൽകിയെന്നറിയോ? ആർക്ക് നൽകി? ഓൾ 9 അത്ലീറ്റ്സ്, എല്ലാ 9 കായിക താരങ്ങൾക്കും നൽകി. എന്ത്? അതുകൊണ്ട് കേട്ടോളി. എ ഗോൾഡ് മെഡൽ, ഒരു സ്വർണ്ണ മെഡൽ നൽകി. എല്ലാവർക്കും ഓരോ സ്വർണ്ണ മെഡൽ. ബിക്കോസ്, കാരണം, അതിന് കാരണമുണ്ട്. ബിക്കോസ് കാരണം ദേ ഷോഡ്, അവർ കാണിച്ചു. എന്ത് കാണിച്ചു എന്നറിയോ? ദ റിയൽ, യഥാർത്ഥ മീനിങ്, അർത്ഥം, യഥാർത്ഥ അർത്ഥം കാണിച്ചു. എന്തിൻ്റെ? ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ. വിക്ടറി, വിജയം. അപ്പോൾ വിജയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അവർ കാണിച്ചു. ദ ഷോട്ട് ദ റിയൽ മീനിങ് ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അവർ കാണിച്ചു. ഇതാണ് വിജയം. അല്ലാതെ മത്സരം വിജയിക്കുന്നല്ല വിജയം. മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് പിന്തുണ നൽകുക, മറ്റുള്ളവരെ പരിചരിക്കുക, ഇതൊക്കെ നടക്കുമോ? ദേ പ്രൂഫ്ഡ്, അവർ തെളിയിച്ചു. തെളിയിച്ചു. ദേ പ്രൂഫ്ഡ്, അവർ തെളിയിച്ചു. എന്ത്? ദാറ്റ് ഒരു മിനിറ്റ് ദാറ്റിൻ്റെ അർത്ഥം ഹെൽപ്പിംഗ് അതേഴ്സ്, ഹെൽപ്പിംഗ് സഹായിക്കുക. അതേഴ്സ്, മറ്റുള്ളവർ. എന്തായി? ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഈസ്, ആകുന്നു. മോർ, കൂടുതൽ. ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ടത്. അപ്പം എന്തായി? മറ്റുള്ളവരെ സഹായിക്കുന്നത് കൂടുതൽ പ്രധാനപ്പെട്ടതാകുന്നു. ദാൻ, നേക്കാൾ, THA എന്നാട്ടോ. നേക്കാൾ എന്നാണ്. നേക്കാൾ പേഴ്സണൽ, വ്യക്തിപരമായ സക്സസ്, വിജയം. അപ്പം എന്താണ്? വ്യക്തിപരമായ വിജയത്തെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതാകുന്നു എന്ത്? മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്ന്. എന്താണ് ഇവിടെയാണോ ദാറ്റ് എന്ന് പറയാം. എന്താണ്? വ്യക്തിപരമായ വിജയത്തെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത് എന്ന് അവർ തെളിയിച്ചു. മനസ്സിലായില്ല? ദാറ്റ് എന്നുള്ളതാണ്. ഇനി അടുത്തതാ ഇവിടെ കൊണ്ടോളി. ആരും പോലെ കുറച്ചും കൂടി ഉണ്ട്. കഴിഞ്ഞു. അവിടെ The poem teaches, ഈ കവിത പഠിപ്പിക്കുന്നു. ആരെ?
അസ് നമ്മളെ. ഈ കവി നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താ ദാറ്റ്. എന്താണ് ദാറ്റ്? എന്താ എന്ന്. ട്രൂ ഗ്രേറ്റ്നെസ്, ട്രൂ ഗ്രേറ്റ്നെസ്, യഥാർത്ഥ മഹത്വം. ഗ്രേറ്റ്നെസ് എന്നാൽ മഹത്വം. എന്താ യഥാർത്ഥ മഹത്വം കംസ് വരുന്നത് അല്ലെങ്കിൽ വരുന്നു. അപ്പൊ യഥാർത്ഥ മഹത്വം വരുന്നത് ഫ്രം കെയറിങ് ഫോർ അതേഴ്സ്. കെയർ ഫോർ, പരിചരിക്കുക, കെയർ ഫോർ അതേഴ്സ്. അപ്പോൾ യഥാർത്ഥ മഹത്വം വരുന്നത് മറ്റുള്ളവരെ പരിചരിക്കുന്നതിൽ നിന്നാണെന്ന് ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നതായി ഇവിടെ കണ്ടോ. എന്താണ് ഒന്നുകൂടി പറയാം. യഥാർത്ഥ മഹത്വം വരുന്നത് മറ്റുള്ളവരെ പരിചരിക്കുന്നതിൽ നിന്നാണെന്ന് ഈ കവിത നമ്മൾ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവരെ പിന്തുണക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം എന്തെങ്കിലുമൊക്കെ. ഓക്കെ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് കാത്തിരിക്കരുത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇതുകൊണ്ടാണ് നോട്ട് ഓൺലി, മാത്രമല്ല. ഓൺലി എന്താണ്? മാത്രം. നോട്ടോ അല്ല. എന്തായി? നോട്ട് ഓൺലി, മാത്രമല്ല. ഇന്ന് മാത്രമല്ല, ഫ്രം നിന്ന് വിന്നിങ് കോമ്പറ്റീഷൻസ്, മത്സരങ്ങൾ വിജയിക്കുന്നതിൽ നിന്ന് മാത്രമല്ല മഹത്വം വരുന്നത്. ഈ മഹത്വം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ മഹത്വം എന്ന് പറയുന്നത് മത്സരങ്ങൾ വിജയിക്കല്ല, അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതാണ് പറയുന്നത്, മത്സരങ്ങൾ വിജയിക്കുന്നതിൽ നിന്ന് മാത്രമല്ല യഥാർത്ഥ മഹത്വം വരുന്നത്, മറ്റുള്ളവരെ പരിചരിക്കുന്നതിൽ നിന്നാണ്. ഇനി ഇറ്റ് ഷോസ്, ഇത് കാണിക്കുന്നു. എന്ത്? ഈ പോയം കാണിക്കട്ടോ, അല്ലെങ്കിൽ ഈ ഇവരുടെ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തി കാണിക്കുകയാണ്. എന്ത് കാണിക്കുന്നു? ദ വാല്യൂസ്, മൂല്യങ്ങൾ കാണിക്കുന്നു. അവരുടെ പ്രവൃത്തി മൂല്യങ്ങൾ കാണിക്കുന്നു. എന്തിൻ്റെ മൂല്യങ്ങൾ? അതുകൂടി കേട്ടോളി. ഓഫ് ടീം വർക്ക്, കൂട്ടായ പ്രവർത്തനം. ടീം വർക്ക് എന്താ? കൂട്ടായ പ്രവർത്തനം അല്ലേ? എന്താണ്? ഒരുമിച്ചുള്ള പ്രവർത്തനം. അപ്പൊ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ മൂല്യങ്ങൾ കാണിക്കുന്നു. അത് മാത്രമാണോ? അല്ല. അതാ കണ്ടോളി. കമ്പേഷൻ എന്ന് പറയുന്നത് കരുണ, ദയ, കരുണയുടെ മൂല്യങ്ങൾ കാണിക്കുന്നു. കൂട്ടായ്മയുടെ അല്ല ഒരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ മൂല്യങ്ങൾ കാണിക്കുന്നു. അത് മാത്രമല്ല യൂണിറ്റി, ഐക്യത്തിന്റെ മൂല്യങ്ങൾ കാണിക്കുന്നു. അത് മാത്രമാണോ? അതുമല്ല, റെസ്പെക്ട്, ബഹുമാനത്തിൻ്റെയും. അപ്പൊ ഈ 4 കാര്യങ്ങളുടെ മൂല്യങ്ങൾ കാണിക്കുന്നു അവരുടെ പ്രവർത്തനം. ഏതൊക്കെയാണ്? ഒന്നാമത്താണ് ടീം വർക്ക്, കൂട്ടായ പ്രവർത്തനം. കമ്പാഷൻ, ദയ. യൂണിറ്റി, ഐക്യം. ആൻഡ് റെസ്പെക്ട്, ബഹുമാനം. അപ്പൊ ഈ 4 കാര്യങ്ങളുടെ മൂല്യങ്ങൾ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത് പറയാണ് ദി അത്ലീറ്റ്സ്, ആ കായിക താരങ്ങൾ ആയി തീർന്നു, അല്ലെങ്കിൽ എന്തായിന്ന് അറിയോ? ഹീറോസ്, നായകന്മാരായി. എന്താണ്? ദി അത്ലീറ്റ്സ് ബിക്കെയിം ഹീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കായിക താരങ്ങൾ നായകന്മാരായി തീർന്നു എന്ന് പറഞ്ഞു. ബിക്കോസ്, കാരണം ദേ പ്ലേസ്ഡ്. ഇവിടെ ഒരു വേർഡ് ഉണ്ട് കേട്ടോ, പ്ലേസ്. നമുക്കറിയാം പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം എന്നാണല്ലേ, നൗൺ, സ്ഥലം. പക്ഷെ അതിനൊരു വെർബ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. എന്താണ്? സ്ഥാനം നൽകുക എന്ന് അർത്ഥമുണ്ട്. സ്ഥാനം നൽകുക. ബിക്കോസ്, കാരണം ദേ പ്ലേസ്ഡ്, അവർ സ്ഥാനം നൽകി. എന്തിന് സ്ഥാനം നൽകി? ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദത്തിന് സ്ഥാനം നൽകി അവർ. ആൻഡ് ഹ്യൂമാനിറ്റി. എന്താണ്? മനുഷ്യത്വം. അപ്പോൾ മനുഷ്യത്വത്തിനും അതുപോലെ സൗഹൃദത്തിനും സ്ഥാനം നൽകിയെന്ന് പറഞ്ഞവർ. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. യഥാർത്ഥ മഹത്വം അവർ കാണിച്ചു തന്നു. ഓക്കെ, അപ്പൊ എന്താണ്? സൗഹൃദത്തിനും അതുപോലെ മനുഷ്യത്വത്തിനും സ്ഥാനം നൽകിയവർ. എബോ കോമ്പറ്റീഷൻ. ഇവിടെ എബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കേട്ടോ, അതിനേക്കാൾ എന്ന് പറഞ്ഞു. അതിനേക്കാൾ എന്താണ്? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മത്സരത്തെക്കാൾ. മത്സരത്തെക്കാൾ കൂടുതൽ അവർ എന്തിന് സ്ഥാനം നൽകി? വിജയിക്കാൻ അല്ല, അവർ മത്സരത്തെക്കാൾ കൂടുതൽ അവർ സൗഹൃദത്തിനും അതുപോലെ മനുഷ്യത്വത്തിനും സ്ഥാനം നൽകി. എന്താ അല്ലേ? അങ്ങനെയൊക്കെ പറ്റണം. അടുത്ത ലാസ്റ്റ് ആണോ, ദയർ ആക്ഷൻ, അവരുടെ പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം, അവരുടെ ആ പ്രവൃത്തി, ആക്ഷൻ, റിമെയിൻസ്
നിലനിൽക്കുന്നു അല്ലെങ്കിൽ നിലകൊള്ളുന്നു അർത്ഥം. റിമെയിൻസ് നിലനിൽക്കുന്നു. അപ്പം എന്താ, അവരുടെ പ്രവൃത്തി നിലനിൽക്കുന്നു. എങ്ങനെയെന്നറിയോ? ആൻ ഇൻസ്പയറിങ്, ഒരു പ്രചോദന എക്സാമ്പിൾ, മാതൃകയായി. അപ്പം അവരുടെ പ്രവൃത്തി ഒരു പ്രചോദന മാതൃകയായി നിലനിൽക്കുന്നു. ആർക്കെന്നറിയോ? ഫോർ എവ്രി വൺ, എല്ലാവർക്കും അവരുടെ പ്രവൃത്തി ഒരു പ്രചോദനമായ മാതൃകയായി നിലനിൽക്കുന്നു അല്ലെങ്കിൽ നിലകൊള്ളുന്നു അർത്ഥം. മക്കളെ, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ കാര്യം ചെയ്യാം, ഈ കംപ്ലീറ്റ് സ്റ്റോറി ഉണ്ടല്ലോ, അത് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക, കംപ്ലീറ്റ് സ്റ്റോറി നിങ്ങൾ കാണാൻ കഴിയും. ഒരുമിച്ച് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കംപ്ലീറ്റ് ഞാൻ വായിച്ച് അർത്ഥം വെച്ച പോലെ നിങ്ങളും വായിച്ച് അർത്ഥം വെക്കുക. കഴിയുന്നുണ്ടോ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു എവരിവൺ.